കർത്താവേ, ഈ ധ്യാനം അങ്ങേക്ക് പ്രസാദകരമാകുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. അർത്ഥമായ യുവജന സഖ്യമായി ക്രമീകരിച്ചിരിക്കുന്നതായ കഷ്ടാനുഭവാഴ്ചയോടനുബന്ധിച്ചുള്ള ഈ ധ്യാനത്തിൽ ദുഃഖവെള്ളിയാഴ്ചയുടെ ചിന്ത ഞങ്ങളോട് ഒരുമിച്ച് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം. യുവജന സഖ്യത്തിലുള്ളതായ നന്ദിയും കൃതജ്ഞതയും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഇന്ന് 2 ചിന്തകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കുരിശ് സൗഖ്യദായകമായ ഒരു അനുഭവമാണ്. ക്രോസ് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഹീലിംഗ്. 2, കുരിശ് ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒരു പ്രതീകമാണ്. ഇറ്റ്സ് എ സിംബൽ ഓഫ് റെപ്യൂട്ടേഷൻ. പത്രോസ് ശ്ലീഹ തൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വി ആർ ഹീൽഡ് ബൈ ഹിസ് വൂണ്ട്സ്. യെശയ്യാ പ്രവാചകനും തൻ്റെ 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. സർവസൃഷ്ടിയുടെയും സമാധാനത്തിനു വേണ്ടിയുള്ളതായ ദൈവികമായിരിക്കുന്ന ഒരു ക്രമീകരണമാണ് കർത്താവിൻ്റെ ക്രൂശ് എന്ന പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ്റെ പ്രാണൻ അകൃത്യയാഗമായി നമുക്ക് വേണ്ടി അർപ്പിച്ചു എന്നാണ് പ്രവാചകൻ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ അരുതായ്മകളുടെ ശിക്ഷയിൽ നിന്നുള്ളതായ മോചനം. നാം സാധാരണയായി സ്തോത്രപ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന 103-ാം സങ്കീർത്തനം, അതിൽ ദാവീദ് തൻ്റെ സർവ്വ അന്തരംഗങ്ങളുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നത് 2 കാരണങ്ങളാലാണ്. ഒന്ന്, തൻ്റെ അകൃത്യങ്ങളൊക്കെയും മോചിച്ചു. 2, തൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി. തൻ്റെ അകൃത്യങ്ങളെ മോചിക്കുകയും തൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ തൻ്റെ പ്രാണനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതായ ബോധ്യം. ഏത് മനുഷ്യൻ്റെയും നാശം അവൻ്റെ വഴിവിട്ട ജീവിതവും അവനെ ബാധിക്കുന്നതായ രോഗവുമാണ്. ഈ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ആർക്ക് അവനെ വിടുവിക്കുവാനായിട്ട് സാധിക്കും? അവനിലാണ് ജീവിതത്തിൻ്റെ അർത്ഥം നാം കണ്ടെത്തേണ്ടത്. യോഹന്നാൻ ശ്ലീഹ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ദൃക്സാക്ഷിയാണ്. യോഹന്നാൻ കണ്ട ഒരു കാഴ്ച തൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഒരു പടയാളി കുന്തമെടുത്ത് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. അപ്പോൾ രക്തവും വെള്ളവും അതിലൂടെ ഒഴുകി. രക്തം പാപപരിഹാരത്തിൻ്റെ അടയാളവും വെള്ളം ശുദ്ധീകരണത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവമാണ്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം പാപിയായ മനുഷ്യന് ജഡീകശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിഷ്കളങ്കനായ യേശുവിൻ്റെ രക്തത്താൽ എത്രയധികം ശുദ്ധി പ്രാപിക്കും എന്ന് എബ്രായ ലേഖനകർത്താവ് ചോദിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായും അതിനോട് ചേർന്ന് പറയുന്നു: യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നസ്രായനായ യേശുവിൻ്റെ ജനനം ക്രൂശുമരണത്തിനു വേണ്ടി ആയിരുന്നു. Therefore, cross was his mission. സകല സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിനായി കാൽവറിയിൽ അർപ്പിക്കപ്പെട്ട കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ പാപമോചനവും രോഗസൗഖ്യവും. യോഹന്നാൻ ശ്ലീഹ തൻ്റെ താക്കോൽ വാക്യം വേദപുസ്തകത്തിൽ എഴുതുന്നതിന് മുൻപായി രേഖപ്പെടുത്തുന്നു: വിശ്വസിക്കുന്നവരുടെ നിത്യരക്ഷയ്ക്കായി ഉയർത്തപ്പെട്ട കുരിശ്. So cross that gives eternal life to the believers. അതുകൊണ്ട് പാപപരിഹാര യാഗത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ച് ക്രൂശിതനുമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ കുരിശ് മനുഷ്യവർഗത്തിൻ്റെ പാപക്ഷമയും രോഗസൗഖ്യവുമായി അനുഭവിപ്പാൻ സാധിക്കുന്നു. ഇതിനുള്ള ആഹ്വാനമാണ് ഓരോ ദുഃഖവെള്ളിയാഴ്ചയുടെയും ആരാധനയും തുടർന്ന് വരുന്നതായ ഈസ്റ്റർ സന്ദേശവും. 2, കുരിശ് ബഹുമാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. ക്രോസ് ഈസ് എ സിംബൽ ഓഫ് റെപ്യൂട്ടേഷൻ. തർസോസുകാരനായ ശൗൽ പ്രസിദ്ധനായി മാറിയത് ക്രൂശിതനുമായുള്ള ബന്ധത്തിലാണ് എന്നതിനാലാണ് കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. ക്രൂശിതനുമായുള്ള ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സ്നേഹ ശുശ്രൂഷകളിലൂടെയാണ് മദർ തെരേസ ലോകരാഷ്ട്രങ്ങളുടെ ആദരവിന് പാത്രീഭൂതയായത്. സാധു കൊച്ചുകുഞ്ഞുപദേശി ജനഹൃദയങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയത് കഷ്ടമേറ്റ കർത്താവോട്
കൂട്ടാളിയായി മാറിയതിനാലാണ്. അതുകൊണ്ട് ക്രൂശിതനുമായുള്ള ആത്മബന്ധത്തിൻ്റെ അടയാളമായിട്ടാണ് നാം കുരിശ് സ്വീകരിക്കേണ്ടത്. അത് കേവലം 2 തടിക്കഷ്ണമല്ല, മറിച്ച് മനുഷ്യൻ്റെ നിയോഗമാണ്. അതിനാലാണ് കർത്താവ് പഠിപ്പിച്ചത് തൻ്റെ അനുയായി സ്വയത്തെ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണം എന്ന്. ഓരോരുത്തരുടെയും ക്രൂശ് അവരവരുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളല്ല, മറിച്ച് അവരുടെ ജന്മ ഉദ്ദേശമാണ്, ജീവിത നിയോഗമാണ്. അത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നതാണ് ജീവിത സാഫല്യം. അത് നിവൃത്തിയാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതാണ് മനുഷ്യൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ. ആ ഇഷ്ടാനിഷ്ടങ്ങളെ ത്യജിക്കുവാനായിട്ടാണ് തന്നെത്താൻ ത്യജിക്കുക, ഡിനൈ യുവർസെൽഫ് എന്നുള്ളതിലൂടെ കർത്താവ് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് സ്വയത്തെ ത്യജിക്കാതെ കുരിശ് ധാരികളായി ജീവിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും നിയോഗം തിരിച്ചറിഞ്ഞ് കുരിശ് വഹിക്കുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതാണ്. സമൂഹത്തിൽ അപഹാസ്യതരാകുന്ന കുരിശുധാരികളുടെ ചിത്രം സഭയ്ക്ക് ഭൂഷണമല്ല. സ്വാർത്ഥതയും ജഡീകതയും ഉപേക്ഷിക്കാതെ നിയോഗത്തെ സ്വീകരിപ്പാൻ സാധ്യമല്ല. ആരാധനയിൽ കർത്താവിനെ ഉയർത്തുകയും സ്വകാര്യ ജീവിതത്തിൽ തള്ളിക്കളയുകയും ചെയ്യുന്ന ശൈലി ക്രിസ്ത്യാനി ഉപേക്ഷിക്കേണ്ടതാണ്. കഴിഞ്ഞ ക്രിസ്മസിൽ ഒരു ജയിൽ സന്ദർശിക്കുവാനായിട്ട് പോയി. ആ ജയിൽ പരിസരത്ത് കണ്ടതായ ഒരു പുൽക്കൂട് എന്നെ ആകർഷിച്ചു. ആ പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിൻ്റെ രൂപം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ രൂപങ്ങളും സ്ഥാനം പിടിച്ചിരുന്നു. എന്തുകൊണ്ട് ഉണ്ണിയേശുവിൻ്റെ രൂപം എന്ന് ആ പുൽക്കൂട് സൂക്ഷിപ്പുകാരനോട്, അവനൊരു തടവുപുള്ളിയാണ്, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടതായ ക്രിസ്ത്യാനിയാണെന്ന് പേരുകൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന ആ വ്യക്തി, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഈ സമൂഹത്തിൻ്റെ ഒരു നിർവചനമായി എനിക്ക് തോന്നി. അച്ഛാ, ഡിസംബർ മാസം 24-ാം തീയതി ആയില്ലല്ലോ എന്ന്. ഡിസംബർ മാസം 24-ാം തീയതി ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുകയും അതിന് മുൻപും പിൻപും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വേണ്ട എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതായ ഒരു ക്രിമിനൽ മൈൻഡ്, ആ ക്രിമിനൽ മൈൻഡാണ് അവനെ ജീവപര്യന്തം തടവിൻ്റെ ശിക്ഷയിലേക്ക് വഴി നടത്തിയത്. ഇത്തരത്തിലുള്ളതായ ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഭരിക്കുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പെരുന്നാളുകളിലും ആരാധനകളിലും ഒക്കെ നാം കർത്താവിനെ ഉയർത്തുകയും സ്വകാര്യ ജീവിതത്തിൽ നാം കർത്താവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നുവെങ്കിൽ ജീവപര്യന്തം നമ്മുടെ മനസ്സ് ഒരു തടവറയിലാണ് എന്നോർക്കുവാനായിട്ട് ഇടയായിത്തീരണം. എന്നാൽ ഓരോ ശ്വാസത്തിലും ക്രൂശിതനുമായുള്ള ബന്ധം നമ്മുടെ സൗഖ്യവും ആദരവുമാണ്. ക്രോസ് ഈസ് അവർ ഹീലിംഗ് ദാറ്റ് ലീഡ്സ് ടു റെപ്യൂട്ടേഷൻ. ഈ ഒരു ബഹുമാനത്തോടുകൂടെ സമൂഹത്തിൽ ജീവിക്കുവാൻ കർത്താവിൻ്റെ ക്രൂശിനാൽ സൗഖ്യം അനുഭവിക്കുന്നവരായി, പാപക്ഷമയും രോഗസൗഖ്യവും അനുഭവിക്കുന്നവരായി ജീവിക്കുവാൻ ഈ പെരുന്നാളുകൾ നമ്മെ സഹായിക്കട്ടെ. അതിനാവശ്യമായിരിക്കുന്ന ദൈവകൃപ ശ്രോതാക്കളായ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യുവജന സഖ്യത്തോടുള്ളതായ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ച് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവകാശത്തിലാകുന്നത്